ഹലോ, ഇന്ന് നമുക്ക് എക്സലിലെ കുറച്ച് ഫങ്ഷൻസ് പരിചയപ്പെടാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റിൽ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ എനിക്ക് നെയിം കൊടുത്തിരിക്കുന്ന ആ ഒരു കോളത്തിലെ എല്ലാവരുടെ പേരും ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാവരുടെ പേരും എനിക്ക് സ്മോൾ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലോവർ എന്നുള്ള ഫംഗ്ഷൻ. ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ സൈൻ കൊടുക്കുക, ലോവർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്താണോ ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം ലോവർ കേസിലേക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കാണിച്ചു, കണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഈ കൊടുത്തിരിക്കുന്ന പേരിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്ററിലേക്കും കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോപ്പർ. ഈക്വൽ സിമ്പൽ കൊടുത്തു, പ്രോപ്പർ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും പോർഷനാണ് നമുക്ക് പ്രോപ്പറായിട്ട് വരേണ്ടത്. എൻ്റർ ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വന്നു, ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഈ നെയിമിന്റെ കോളത്തിലേക്ക് ഇതുപോലെ തന്നെ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇത് നമ്മൾ സെലക്ട് ചെയ്തു, ഈ പോർഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി എടുക്കുക, അല്ലെങ്കിൽ കട്ട് കൊടുക്കുക. പോർഷൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുക്കുക, കൺട്രോൾ സി കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യലി ക്ലിക്ക് ചെയ്യുക, അതിൽ വാല്യൂസ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, പി കൊടുത്തത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പം നമ്മൾ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരുന്ന പേരെല്ലാം ഒറ്റയടിക്ക് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ളതെല്ലാം സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പർ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ കൊടുത്തിരിക്കുന്നത് ഇപ്പം അരുൺ എന്നുള്ളത് നമുക്ക് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈക്വൽ സിമ്പൽ കൊടുക്കുക, അപ്പർ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അരുൺ ആ ഒരു സെല്ല് മാത്രം, പെർട്ടിക്കുലർ സെല്ല് മാത്രം സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, കംപ്ലീറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ഫുൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഫുൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നേരത്തെ ചെയ്ത പോലെ എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പർ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കാണിക്കുന്നത്, ഇപ്പം ഞാനിവിടെ നെയിമിൻ്റെ കൂടെ സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം അരുൺ എന്ന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അരുൺ ഗോപാൽ എന്ന് കൊടുത്തു. അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം സ്മോൾ ലെറ്റേഴ്സിലാണ് കിടക്കുന്നത്. മീര അനിൽ എന്ന് കൊടുത്തു. മീരയുടെ ഓൾറെഡി നമ്മൾ പ്രോപ്പർ ആക്കിയതാണ്. അനിൽ എന്നുള്ളത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് കിടക്കുന്നത്. അപ്പം എനിക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നെയിമിൽ എല്ലാവരുടെയും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രോപ്പറായിട്ട് വരണം. ലെറ്റേഴ്സ് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ളത് സ്മോൾ ലെറ്റേഴ്സിൽ വരണം. അപ്പം എന്തായിരിക്കും ചെയ്യേണ്ടത്? ഈക്വൽ സിമ്പൽ കൊടുക്കുക, ഫംഗ്ഷൻ പ്രോപ്പർ, പ്രോപ്പർ, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയുമാണ് എനിക്ക് പ്രോപ്പറായിട്ട് വരേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പം നോക്കിക്കേ, അരുൺ ഗോപാൽ, ഗോപാലിൻ്റെ ഇവിടെ സ്മോൾ ലെറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, മീര അനിൽ, അനിലിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, എല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യുക, കോപ്പി കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ സി കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ എക്സ് കൊടുക്കുക. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ എക്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക, വാല്യൂസ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത് സം, ഈക്വൽ ടു സം, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എനിക്ക് ഓരോ കുട്ടികളുടെയും സം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ കുട്ടിയുടെ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ, മലയാളം എല്ലാത്തിനും 5 മാർക്കും കൂടി ടോട്ടൽ ചെയ്തിട്ട് കാണിക്കണം. എൻ്റർ ചെയ്യുക. അപ്പം ഫസ്റ്റ് അരുണിൻ്റെ മാർക്ക് നമുക്ക് കിട്ടി. ഇനി ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ടോട്ടൽ കിട്ടി. സം ഫംഗ്ഷൻ.
ഓക്കെ, ഇത് മിഡിലിൽ വരണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ വരണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻറ്റർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സം ഫങ്ഷൻ. അടുത്ത ഫങ്ഷൻ വരുന്നത് ആവറേജ്. ഓരോ കുട്ടികളുടെയും ആവറേജ് മാർക്ക് ഇവിടെ, ശരാശരി മാർക്ക് ഇവിടെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഈക്വൽ സൈൻ കൊടുക്കുക, ആവറേജ് ഫങ്ഷൻ നെയിം കൊടുക്കുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, മാർക്ക് സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ, മലയാളം എൻട്രി ചെയ്യാം. ഈ കുട്ടിയുടെ ആവറേജ് മാർക്ക് വരുന്നത് 64 ആണ്. ഇനിയിപ്പം മീരയുടെ, രാഹുലിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ഇതിലും വന്നിട്ട് നമുക്ക് ഫോർമുല ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. ഇപ്പോൾ ഓരോരുത്തരുടെ ആവറേജ് മാർക്ക് കിട്ടി. സെൻട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് സെൻറ്റർ എന്നുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേഞ്ചസ് വരുത്താം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ടോട്ടലും മാറും, ആവറേജും മാറും. ഞാനിവിടെ തോമസിൻ്റെ മാർക്ക് ഇവിടെ 64 ആണ് നിൽക്കുന്നത്. ഞാനവിടെ 75 കൊടുത്തു. എൻട്രി ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ച് ആ കുട്ടിയുടെ ടോട്ടൽ മാർക്കും ചേഞ്ച് ചെയ്തു, ആവറേജ് മാർക്കും ചേഞ്ച് ചെയ്തു. ഓക്കെ, സമ്മിലും ചേഞ്ച് വന്നു, ആവറേജിലും ചേഞ്ച് വന്നു. ഞാനിവിടെ അരുൺ ഗോപാലിൻ്റെ മാത്സിൻ്റെ മാർക്ക് 68 ആയിട്ട് കൊടുക്കുകയാണ്. എൻട്രി ചെയ്തു. അപ്പം അതനുസരിച്ച് സമ്മിലും ചേഞ്ച് വന്നു, ആവറേജിലും ചേഞ്ച് വന്നു. ഓക്കെ, ഇനി അടുത്ത ഫംഗ്ഷൻ വരുന്നത് ഇഫ് എന്നുള്ള ഫംഗ്ഷനാണ്. ഇഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കുട്ടികളുടെ ഗ്രേഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ടോട്ടൽ മാർക്സ് വരുന്നത് 300ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, എബവ് 300 ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 300 ആണെന്നുണ്ടെങ്കിൽ A+ എന്നുള്ള ഗ്രേഡ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ബിലോ ആണെന്നുണ്ടെങ്കിൽ, അതായത് 300ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ B എന്നുള്ള ഗ്രേഡ് ഇവിടെ കാണിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇഫ്. ഈക്വൽ സൈൻ കൊടുത്തു, ഈക്വൽ സിമ്പിൾ കൊടുത്തു, ഇഫ് എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇവിടെ ലോജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. P സെല്ലാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഫസ്റ്റ് സെല്ല് അരുൺ ഗോപാലിൻ്റെ ടോട്ടൽ മാർക്ക് 318 ആണ്. ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്തു. ഗ്രേറ്റർ ദാൻ 300 ആണെന്നുണ്ടെങ്കിൽ കോമ കൊടുത്തു. എന്ത് വരണം എന്ന് പറയാം. ഇൻവെർട്ടഡ് കോമയിൽ A+ എന്ന് വരണം. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു. ദെൻ വീണ്ടും കോമ കൊടുത്തു. ഇനി 300ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ എന്ത് വരണം, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇൻവെർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്തു, B എന്ന് കൊടുത്തു, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 300 എബവ് ആയതുകൊണ്ട് A+ എന്ന് വന്നു. ഇനി താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ 300 ബിലോ വരുന്ന കുട്ടികൾക്കൊക്കെ B ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ള കുട്ടികൾക്ക് 300 എബവ് കിട്ടിയിരിക്കുന്ന കുട്ടികൾക്ക് A+ കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഫങ്ഷൻസ്. ആ ഫങ്ഷൻസിൽ ഫസ്റ്റ് ലോവർ കേസ്, അതായത് അപ്പർ കേസിൽ നിന്ന് ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ. ഇനിയിപ്പോൾ സപ്പോസ് ഫുൾ ലോവർ കേസിലാണ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ലോവർ കേസിലുള്ളത് അപ്പർ കേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പർ കേസിലുള്ളത് ലോവർ കേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോവർ എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുക. പിന്നെ പ്രോപ്പറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഓരോ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, അതായത് ഫസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ളത് സ്മോൾ ലെറ്റേഴ്സ്. ദെൻ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, ബാക്കിയുള്ളത് സ്മോൾ ലെറ്റേഴ്സ്. ആ ഒരു രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പ്രോപ്പർ എന്നുള്ള ഫംഗ്ഷൻ. പിന്നെ നമ്മൾ സം ഫംഗ്ഷൻ ചെയ്തു. സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഇവിടെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ ആവറേജ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇഫ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഗ്രേഡ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.